നമസ്കാരം. വയനാട് ദുരന്തത്തിന്റെ കാരണക്കാരിൽ ഒരാൾ സംസ്ഥാന സർക്കാർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയാണ് എല്ലാത്തിനും കാരണങ്ങളിൽ ഒന്നെന്ന് തുറന്നടിച്ച് മാധവ് ഗാഡ്ഗിൽ വീണ്ടും രംഗത്തേക്ക് വരികയാണ്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ യഥാർത്ഥ വൈദഗ്ധ്യമുള്ളവരുടെ അഭാവം കേരളത്തിലുണ്ട് എന്ന് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ തുറന്നടിച്ചു. പരിസ്ഥിതി വൈദഗ്ധ്യം അവകാശപ്പെടുന്നവരെല്ലാം വ്യാജന്മാരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വനംവകുപ്പ് ശരിക്കും വനം സംരക്ഷിക്കുകയല്ല ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ജനങ്ങൾ തന്നെയാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത്, അവർക്കാണ് അതിന് കഴിയുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേരളത്തിൽ പലയിടത്തും ജനങ്ങൾ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ സർപ്പക്കാവുകൾ ഇതിന് ഉദാഹരണമാണെന്നും ഗാഡ്ഗിൽ വ്യക്തമാക്കി. ക്വാറികളുടെ നിരന്തര പ്രവർത്തനങ്ങളും പാറപൊട്ടിക്കലുമാണ് വയനാടിനെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടതെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വയനാട്ടിൽ സംഭവിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ റിസോർട്ടുകളും അനധികൃത നിർമ്മാണവും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും നിർമ്മാണങ്ങൾ നടന്നു വരുന്നുണ്ട്. പ്രകൃതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട തെറ്റെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്വാറികളുടെ പ്രവർത്തനം ഉരുൾപൊട്ടാൻ കാരണമാകുന്നുണ്ട്. പാറ പൊട്ടിക്കുന്നത് മണ്ണിന്റെ ബലം കുറയ്ക്കാൻ കാരണമാകും. അതിശക്തമായ മഴ പെയ്തിറങ്ങിയതോടെ മണ്ണൊലിച്ച് ദുരന്തത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്തതെന്നും ഗാഡ്ഗിൽ പറയുന്നു. തന്റെ കണ്ടെത്തലുകളിൽ താൻ എന്നും ഉറച്ചു നിൽക്കുന്നു എന്നും അദ്ദേഹം പറയുകയാണ്. സാധ്യമായ എല്ലാ പഠനങ്ങളും വസ്തുതകളും മനസ്സിലാക്കി തന്നെയാണ് റിപ്പോർട്ടുകൾ താൻ തയ്യാറാക്കിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പശ്ചിമഘട്ടത്തിനായും പരിസ്ഥിതിക്കായും സാധാരണ ജനങ്ങൾക്കായും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇനിയും കേരളം കാണാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കുമെന്നും കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്നും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട്.